ഒരു ഗവൺമെൻറ് അതിൻ്റെ മികവ് പുലർത്തേണ്ട സന്ദർഭമെന്ന് പറയുന്നത് അവിടെ ഒരു പ്രതിസന്ധി കൈകാര്യം ചെയ്യുന്നത് എങ്ങനെ എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഒരു പ്രതിസന്ധി വരുമ്പോൾ സധൈര്യം സാധ്യമായ എല്ലാ ശക്തിയും സമാഹരിച്ചുകൊണ്ട് ആ പ്രതിസന്ധിയെ പരിഹരിക്കാനും മറികടക്കാനുമാണ് പരിശ്രമിക്കേണ്ടത്. എന്നാൽ അതിനു പകരം കേരളത്തിലെ മുഖ്യമന്ത്രി പ്രതിപക്ഷത്തെ, മുൻ ഭരണത്തെ വിമർശിച്ചുകൊണ്ടുള്ള സംസാര രീതികളാണ് അവലംബിക്കുന്നത്. ഇതെത്രമാത്രം ശരിയാണ്? കേരളത്തിലെ ജനങ്ങൾ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടി അവർക്ക് അഭികാമ്യമല്ല എന്ന് തിരിച്ചറിയുകയും UDFനെ വിജയിപ്പിക്കാൻ തീരുമാനിക്കുകയും ചെയ്ത് അധികാരവും കൈമാറി സർവ്വവിധ പ്രവർത്തന സ്വാതന്ത്ര്യമുള്ള ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ അധികാരത്തിലുള്ളത്. ഈ അധികാരത്തിലിരിക്കുന്ന ഗവൺമെൻറ് ഇപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നാം അകപ്പെട്ടു പോകുന്ന പ്രതിസന്ധിയിൽ എല്ലാവരുടെയും സഹകരണം ഉൾക്കൊള്ളിച്ചുകൊണ്ട്, എല്ലാവരെയും വിശ്വാസത്തിലെടുത്തുകൊണ്ട് ആ പ്രതിസന്ധിയെ മറികടക്കാനുള്ള ബുദ്ധിപരമായ പരിശ്രമങ്ങളാണ് നമ്മൾ നടത്തേണ്ടത്. അതിനു പകരം ഒരു കൂട്ടം ആളുകളെ പഴി പറഞ്ഞ് അവരെ അതിൽ നിന്ന് മാറ്റി നിർത്താൻ ശ്രമിക്കരുത്. ഒന്ന്. രണ്ടാമത്, എല്ലാ ജനവിഭാഗങ്ങളുടെയും പ്രശംസ അക്കാര്യത്തിൽ പിടിച്ചുപറ്റുകയും ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ ഈ ഗവൺമെൻറ്റിൻ്റെ ആദ്യകാല പ്രവർത്തന രീതി മുതൽ പരിശോധിച്ച് നോക്കിയാൽ അതെല്ലാം വിമർശനാത്മകമാണ്. അവർ നടത്തുന്ന ഓരോ ചുവടുവയ്പ്പും വിമർശനാത്മകമാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം വന്നിരിക്കുന്നത് നോക്കൂ. ഒരാൾക്ക് നോട്ടീസ് കൊടുക്കാതെ അയാളെ കുറ്റവാളിയാണ് എന്ന് പറഞ്ഞ് അറസ്റ്റ് ചെയ്യാൻ പാടില്ലാത്തതാണ്. TG മോഹൻദാസിൻ്റെ കാര്യമാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. യാതൊരു പ്രയാസവും ഇല്ലാതെ തന്നെ അയാൾക്ക് ജാമ്യം ലഭിക്കുകയും ചെയ്തു. അപ്പോൾ ഈ അറസ്റ്റ് ചെയ്തതിൻ്റെ ലക്ഷ്യം എന്താണ്? എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കാതെ ഇത് ചെയ്തത്? ഇത് നിയമവിരുദ്ധമായ പ്രവർത്തനമല്ലേ? അപ്പോൾ പ്രോസിക്യൂഷൻ കോടതിയിൽ പറയുന്നത് എന്താണ്? നോട്ടീസ് കൊടുത്താൽ ഇയാൾ സ്ഥലം വിട്ടു പോകും, അതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് വാദിക്കുകയാണ്. ഈ നിലപാടുകൾ ഒട്ടും ശരിയല്ല. വന്ദേമാതരത്തിൻ്റെ കാര്യത്തിൽ നിലപാട് ശരിയല്ല. എല്ലാ അർത്ഥത്തിലും ജനങ്ങളിൽ വലിയ ആശങ്ക ഉളവാക്കുന്ന ഒരു പ്രവർത്തന ശൈലിയാണ് ഈ UDF ഗവൺമെൻറ്, പ്രത്യേകിച്ച് അതിൻ്റെ മുഖ്യമന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ജെയിംസ് എന്ന് പറയുന്ന ഒരു മത്സ്യത്തൊഴിലാളിയെ കാണാതായിട്ട് ദിവസങ്ങളായി. അദ്ദേഹത്തിൻ്റെ മകൾ ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ആ മകളെ ആക്ഷേപിക്കാനും പരിഹസിക്കാനും ആണ് ഈ കൂട്ടർ പലപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊന്നും തന്നെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തൃപ്തികരം അല്ല എന്നുള്ളത് സത്യമാണ്. ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള ചുമതല സന്ദർഭോചിതമായി ഔചിത്യത്തോടെ നിർവഹിക്കുമ്പോൾ ഒരു പരിധിയൊക്കെ വരെ ഈ വിമർശനങ്ങളെ അതിജീവിക്കാൻ സാധിക്കും. ഒരു കാലത്തും പ്രശ്നങ്ങളില്ലാത്ത കാലം ഉണ്ടായിട്ടില്ല. എല്ലാ കാലവും പ്രശ്നം നിറഞ്ഞതാണ്. ഒരു പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോൾ അടുത്ത 10 പ്രശ്നങ്ങൾ തൊട്ട് പുറകെ വരും. ഇതൊരു വ്യക്തിപരമായ പ്രശ്നമേ അല്ല, ഇതൊരു സാമൂഹിക പ്രശ്നമാണ്, പ്രകൃതിപരമായിട്ടുള്ള പ്രശ്നമാണ്. ഈ കലാമിറ്റീസൊക്കെ കൈകാര്യം ചെയ്യുന്നതിലാണ് നമ്മുടെ മിടുക്കും സാമർഥ്യവും കാണിക്കേണ്ടത്. എല്ലാവരെയും ഒരുമിച്ച് നിർത്തുന്നതിലാണ് മിടുക്കും സാമർഥ്യവും കാണിക്കേണ്ടത്. നമുക്ക് നിയമസഭയിൽ ഒരുപാട് ശക്തിയുണ്ടെന്നൊന്നും പറയുന്നതിലല്ല. അതൊക്കെ വരും പോകും. പക്ഷേ ജനങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ വളരെ വലുതാണ്. ആ പ്രശ്നങ്ങൾക്കൊപ്പം നിൽക്കുക, അത് പരിഹരിക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഏതൊരു ഗവൺമെൻറ്റിൻ്റെയും പ്രഥമവും പ്രധാനവുമായിട്ടുള്ള ഉത്തരവാദിത്വം.